ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായില്ലേ ഞങ്ങൾ എന്നെ കണ്ടിട്ട്. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല തിരക്കേന് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാറ്ററിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ 3 കിലോ ബീഫ് ബിരിയാണിക്കും അതുപോലെ തന്നെ 2 കിലോ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ബീഫൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇന്ന് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണ് കേട്ടോ ഗൈസ്. നമ്മൾ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഞാൻ പോയിട്ട് ബീഫും ചിക്കനൊക്കെ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ബീഫൊക്കെ ഇതാ ഞാൻ കഴുകി വെക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് പോകാത്ത എന്താ വെച്ചാൽ പുറത്ത് മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ വെച്ചിട്ട് കഴുകാൻ ഗതികേടാണ്. അപ്പോൾ ഞാൻ സിങ്കിലിട്ടിട്ട് തന്നെ കഴുകി വെച്ചിട്ട് സിങ്കിൽ തന്നെ വെച്ചാണ്ട് ബീഫൊക്കെ കഴുകിട്ടോ. സിങ്കിലിട്ട് കഴുകുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ആ നെയ്യും കാര്യങ്ങളൊക്കെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ അതങ്ങനെ ഉരുകി പോയിക്കോളും, അല്ലെങ്കിൽ സിങ്ക് വേഗം അടയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിതാ ബീഫ് കഴുകിട്ടോ. പിന്നെ ആ ഒരു ചെമ്പക്ക് തന്നെ ചിക്കനും ഇട്ട് കൊടുത്ത് ചിക്കനും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം കഴുകൽ പരിപാടി കഴിഞ്ഞു. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ചോർന്ന് വരട്ടെ. അപ്പോൾ ചിക്കനും ബീഫൊക്കെ കഴുകി വെച്ചിട്ടേ പിന്നെ വേഗം മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ മുറ്റടിച്ച് വരലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ബീഫത്തെ വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വലിയ കുക്കറിൽ വാഷർ അഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. നമ്മൾ ഇതേപോലെ ബീഫൊക്കെ വേവിക്കാൻ വെച്ചാൽ അങ്ങനെ തിളച്ചിന്തും. അപ്പോൾ ഞാനിതാ ചെറിയ 2 കുക്കർക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. അതിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഉപ്പും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ബീഫ് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ബീഫ് ഒന്നങ്ങോട്ട് വെന്തിട്ട് പിന്നെ നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ ഒരു സമാധാനമാണ്. കാരണം ബീഫ് വേവൂലേ എന്നുള്ള പേടി ഉണ്ടാവില്ല. നമ്മൾ പുറത്തേക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, ഒക്കെ നല്ല ഉഷാറായിട്ട് കിട്ടണ്ടേ. അങ്ങനെ ബീഫ് ഞാൻ 2 അടുപ്പത്തായിട്ട് 2 കുക്കറിലായിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നിന്നെ ഹെൽപ്പ് ചെയ്യാൻ മക്കളുണ്ട് കേട്ടോ വീട്ടിൽ. മഞ്ജുമോള് ട്യൂഷന് പോയിട്ടുണ്ട്, ചിഞ്ചുമോള് ഇവിടെ ഉണ്ട്. പിന്നെ ഇന്ന് ക്ലാസ് ഇല്ല, വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുത്തിരുന്നത്. അന്ന് സ്കൂളില്ല. ഇനി പിന്നെ നമ്മൾ അനിയത്തി കുട്ടീനെ ഞങ്ങൾ കണ്ടിട്ട് കുറേ ദിവസമായിട്ടില്ലേ, അവളും വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ വീട്ടിലില്ലേനി, അപ്പോൾ അവളും ഉണ്ട് ഇവിടെ വീട്ടിൽ. പിന്നെ ചിഞ്ചുമോള് സവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് തരുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി തൊലി കളയലോട്ടോള്. വെളുത്തുള്ളി ഞാൻ തന്നെ കളയണം. വെളുത്തുള്ളിൻ്റെ തൊലി കളയാൻ എൻ്റെ കുട്ടിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ വെളുത്തുള്ളിൻ്റെ തൊലി ഞാൻ തന്നെ കളഞ്ഞെടുത്ത് ഓള് സവാളയൊക്കെ തൊലി കളഞ്ഞ് അങ്ങനെ പിന്നെ ചെറിയ ഉള്ളിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് തന്നിന്. അപ്പം ഇനി വേഗം അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. കറണ്ട് പോയാൽ പിന്നെ നമുക്ക് പണി കിട്ടും. അതേപോലെ തന്നെ പച്ചമുളകൊന്ന് ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വേഗം ചതഞ്ഞ് കിട്ടാൻ ഗതികേടാണ്. അപ്പോൾ ഞാനിതാ അതൊക്കെ കത്രികൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് പിന്നെ വേഗം പോയിട്ട് ചെറിയ ജാറിൽ ഇട്ടാണ്ട് അതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. ചതച്ചൊക്കെയല്ല, കുറച്ച് അരച്ചെടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാണ്ടല്ലോ, അപ്പോൾ അതിക്കും എല്ലാത്തുക്കും കൂടെ ഒന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുത്തേക്കാം കേട്ടോ. അതിൽ പിന്നെ കുറേശ്ശെ അങ്ങനെ എടുത്താൽ മതിയല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കുള്ള ഫുഡും വേണ്ട ഉണ്ടാക്കുക. അന്ന് മക്കളൊക്കെ ഉണ്ട് വീട്ടിൽ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്കുള്ളതും വേണം ഉണ്ടാക്കുക. അപ്പോൾ വേഗം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി കുറച്ച് ബിരിയാണി മസാലയിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അതേപോലെ ചതച്ച് ചേർക്കുമ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാവും ചെയ്യും. ചെറിയ ഉള്ളി അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുക. അതൊക്കെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങളാട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ ചിക്കനത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിന്, അപ്പോൾ അതൊന്ന് മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊടികൾ കണക്കൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ എരിവുള്ള മുളക് പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി. ചിക്കൻ ഫ്രൈ ഒക്കെ എല്ലാവരും ഉണ്ടാക്കും, പലരും പല രീതിയിലാവില്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാമെന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഞാനിപ്പോൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. അപ്പം കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ ചേർത്ത് കൊടുക്കുന്നത്, ഇനി നമുക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ചില്ലി സോസും കൂടെ ചേർക്കാം കേട്ടോ. ഇനി ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചിഞ്ചുമോളിത് ഈ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നീരൊക്കെ എളുപ്പത്തിൽ കിട്ടും. ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞു കൊടുത്താൽ മതി. ചില നാരങ്ങക്ക് കണ്ടില്ലേ നാരങ്ങൻ്റെ നീര് പിഴിയാൻ കുറേ ബുദ്ധിമുട്ടല്ലേ, ശരിക്കും ഇങ്ങോട്ട് നീര് കിട്ടൂല. അങ്ങനെ നാരങ്ങ നീരൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ച് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇതിൻ്റെ മുന്നേ എപ്പോഴും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിക്കണോ അല്ലേന്ന് അറിയൂല. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി. പിന്നെ ഇതേപോലെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ എന്താ ഇതിക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ മുട്ടൻ്റെ ഇതൊക്കെ അതിലുണ്ടായിനും. പിന്നെ നമ്മൾ സോയ സോസൊക്കെ ഒഴിച്ചു കൊടുത്തില്ല, അതിൻ്റെയൊക്കെ ആ ഒരു നനവ് ഉണ്ടായിനും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലല്ലോ, അതൊന്നും കുറച്ച് എടുത്താണ്ട് അതിക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാനാവുമ്പോൾ തന്നെ നല്ലോണം മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ നേരത്തെ തന്നെ ഇത് ചെയ്ത് വെക്കണത്. അപ്പോൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്, പാകമാണ്. അങ്ങനെ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഇനി അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് കുറച്ച് കഴിയട്ടെ. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് കിട്ടണതിൻ്റെ ഇടയിൽ ഫ്രൈ ചെയ്യാൻ വെക്കാം. പിന്നെ ചിഞ്ചുമോളും സവാളയൊക്കെ തൊലി കളഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ വേഗം അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്ലൈസർ ഉണ്ടായതുകൊണ്ടേ നല്ല സുഖം, എളുപ്പമാവും. നല്ല എന്താ പറയുക, കനല്ലാതെ കിട്ടും ചെയ്യും. കത്തി കൊണ്ട് എനിക്ക് സവാള കട്ട് ചെയ്യാൻ കുറച്ച് ഗതിയാടാ കേട്ടോ, എളുപ്പത്തിലാണ് ആയി കിട്ടൂല. പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു, മല്ലിയിലയും പുതിനയിലയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടോ. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നാരങ്ങനീരും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് വേഗം നമ്മളെ അടുപ്പിൻ്റെ കല്ലുണ്ടല്ലോ, ഇപ്പം കുറേ കാറ്ററിംഗ് ഒക്കെ ഉണ്ടായിട്ട്, അപ്പോൾ കല്ലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇനി, അപ്പോൾ അതൊക്കെ എടുത്ത് അടുപ്പൊക്കെ ഉണ്ടാക്കി അടുപ്പ് ഞാൻ കത്തിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ചെറിയൊരു മഴച്ചാറലൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇനിയിപ്പോൾ മഴ പെയ്യോ ഇല്ലേന്നൊന്നും അറിയില്ല. ഇവിടെ ആകുമ്പോൾ എന്താ അറിയോ, മുറ്റത്താകുമ്പോൾ മഴ പെയ്താൽ നമുക്കിവിടെ അടുപ്പ് ശരിയാവില്ല. പിന്നെ കുറച്ച് ഗതികേടാണ് മഴ ആയാൽ, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഷീറ്റ് ഉണ്ടല്ലോ മേലെ, നല്ല പെരുമഴ വരുമ്പോൾ വെള്ളം അതിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ വെള്ളമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോഴത്തേന് വേഗം ബിരിയാണിയാണ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു, സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ബിരിയാണിൻ്റെ മസാലയ്ക്ക് എപ്പോഴും ടേസ്റ്റ് കിട്ടുക സവാള നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ലോണം വഴന്ന് വന്നാലുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതേപോലെ വഴറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കല്ല, കുക്കറിലിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുത്താലും മതി. എന്നാലും സവാളയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചെമ്പ് തന്നെയാണ് കേട്ടോ ആക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂൺ RKG നെയ്യ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ബിരിയാണി മസാലയ്ക്ക് ഒരു ടേസ്റ്റ് കൂട്ടണ സംഭവം തന്നെയാണ്. ഈ RKG നെയ്യ് മസാലയ്ക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തത് നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കുന്നുണ്ട്. സവാള ഇങ്ങനെ കളർ മാറി വരണം, നല്ലോണം വഴന്ന് വന്നിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് അധികം ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചിക്കൻക്കുള്ളതും ബിരിയാണിക്കുള്ളതും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കണം, അതിക്കുള്ളതും ഒക്കെ കൂടെ അങ്ങനെയായിട്ട് ചതച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനിയൊക്കെ കൂടെ ഒന്നും കൂടെ അങ്ങോട്ട് വഴന്ന് വരട്ടെ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തക്കാളി കുറച്ച് തോനെ ചേർക്കലുണ്ട് കേട്ടോ. ഞാൻ തക്കാളി കൂടുതൽ ചേർത്താൽ മസാലക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടലുണ്ട്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം ചേർക്കലുണ്ട്. അങ്ങനെ ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മസായി ബിരിയാണി മസാലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സാധാരണ ഞാൻ വീട്ടിൽ ബിരിയാണി മസാല പൊടിച്ചെടുക്കലാണ്, അതും എൻ്റെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ ഹോം ഷോപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പം ഈ ഒരു മസാല വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബിരിയാണി മസാലയും ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു ബിരിയാണി മസാലയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ മുളക് പൊടിയൊന്നും അധികം ചേർക്കലില്ല. പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, മസാലയ്ക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. എരിവിന് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്തതാണ്. അപ്പോൾ മസാലയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിക്ക് ചേർക്കലില്ല. പിന്നെ വലിയ ജീരകം പൊടിച്ചത് ചേർക്കലുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. കൂടുതൽ ചേർക്കരുത്, കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനതൊക്കെ ചേർത്തിട്ടുണ്ട്. വീഡിയോയിൽ എവിടെയൊക്കെ കണ്ടിക്കണില്ലെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എങ്ങനെ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ നമ്മൾ വീഡിയോ എടുക്കണോടത്തേക്ക് അല്ല ശ്രദ്ധിക്കുക. ഫുഡ് ടേസ്റ്റ് ഉണ്ടാവണം, അതേപോലെ അടി പിടിക്കരുത്, കരിയരുത്, കരിഞ്ഞ സ്മെല്ല് ഒന്നും ഉണ്ടാവരുത്. അപ്പോൾ അവിടേക്കാവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ പൊടികൾ ഇട്ടത് വീഡിയോയിൽ കണ്ടില്ലെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ സ്റ്റാൻഡും ആ ഒരു സമയത്ത് ഒന്ന് കേടായി, പിന്നെ കുട്ടികളെ വിളിക്കേണ്ട വന്നു വീഡിയോ എടുക്കാൻ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ശരിക്കും കാണാഞ്ഞത്. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്തൊക്കെ വഴറ്റി കൊടുത്തതിന് ശേഷം നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം അതേപോലെ ഒക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക്
വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ബീഫൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ, ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തതുണ്ടെങ്കിൽ അപ്പം ഞാൻ ചേർത്ത് കൊടുക്കും. അല്ലാതെ ഒന്നായിട്ട് അങ്ങോട്ട് തൈരും നാരങ്ങനീരൊന്നും അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കലില്ല കേട്ടോ. ഒക്കെ നമ്മൾ ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കുള്ളൂ. കൂടുതലായാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ, കുറവായാൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബീഫൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തതാണല്ലോ. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ, കുറേ സമയത്ത് വേവിച്ചെടുക്കരുത്, വിസിലടുപ്പിച്ചെടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ബീഫ് ഇങ്ങനെ പൊട്ടരുത്, എന്നാൽ വേവും വേണം, അങ്ങനെ ആവണം. നമ്മൾ ദം ചെയ്തെടുക്കൂലേ, അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചും കൂടെ വേവുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ബീഫ് വേറി കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ പറ്റ ഉടഞ്ഞു പോവും, അങ്ങനെ ഉടയരുത്, എന്നാൽ വേവും വേണം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു രീതിയിൽ വേണം കേട്ടോ ബീഫ് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ബീഫൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിനും അതിൽ വെള്ളമുണ്ട്, ആ ഒരു വെള്ളം നമുക്ക് വേണം. അപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവുണ്ടേനും ഉപ്പിട്ട് കൊടുത്തു, പുളി കുറവുണ്ടേനും. അപ്പോൾ തൈരും കുറച്ചും കൂടെ നാരങ്ങനീരും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് ഇതേപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വെള്ളമുണ്ട്, ഇനി വെള്ളമുള്ളതിന് ഒരു പേടിയില്ല. കുറച്ച് വെള്ളം ഇതിൽ വേണം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ അറിയോ, നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും വേണം. തീരെ വെള്ളമില്ലെങ്കിൽ നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് അടിയിൽ തീ നല്ലോണം ഉണ്ടാവണമല്ലേ, അപ്പോൾ കരിയും. അങ്ങനെ നമ്മൾ മസാലയൊക്കെ സെറ്റായിട്ടോ. അപ്പോൾ മസാല ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് വേവിക്കാനുള്ള ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തിളപ്പിച്ചൂറ്റിയിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആരുമില്ല, കുട്ടികളൊന്നുമില്ല, ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ വറ്റിച്ചിട്ട് നെയ്ച്ചോറാക്കി വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കൽ, പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. മക്കളാരെങ്കിലൊക്കെ ചോറ് ഊറ്റാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തിളപ്പിച്ചൂറ്റിയാണ്ടും ചെയ്യും കേട്ടോ. തിളപ്പിച്ചൂറ്റുമ്പോഴാണ് എന്തായാലും ടേസ്റ്റ് കൂടുതൽ. പക്ഷേ നമ്മൾ ഒറ്റക്കാവുമ്പം വേവ് പാകത്തിനായി കിട്ടൂല. നമ്മൾ ഊറ്റി വരുമ്പോഴത്തേന് എന്താ നമ്മൾ ഊറ്റിനോടത്തോളം ഇങ്ങനെ വേവ് കൂടിക്കൂടി വരും ചോറിന്. അല്ലെങ്കിൽ ഇത് ചെമ്പ് ഒന്നായിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാൻ കഴിയണം. എന്നാലും ഒറ്റക്കാവുമ്പോൾ ഊറ്റിയാലാണ്ട് ആയി കിട്ടൂല കേട്ടോ. അപ്പോൾ ഒരു പേടിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ കുട്ടികളുണ്ടാകുമ്പോൾ അതേപോലെ തിളപ്പിച്ചൂറ്റും, അല്ലെങ്കിൽ ഞാൻ വറ്റിച്ചിട്ടും വെക്കും. പിന്നെ ആ വെള്ളത്തേക്ക് ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കും. കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഉപ്പൊക്കെ ഇട്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരട്ടെ. പിന്നെ നമുക്ക് ബിരിയാണിക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ എന്തായാലും ആ വെള്ളം തിളക്കാൻ കുറച്ച് നേരം പിടിക്കുമല്ലോ. അപ്പോൾ വെള്ളം തിളക്കുമ്പോഴത്തേന് അതൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഗ്യാസിന്മേൽ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് RKGൻ്റെ നെയ്യും ഇട്ട് കൊടുത്തിന് കേട്ടോ. അങ്ങനെ അത് ചൂടായി വന്നതിന് ശേഷം കുറച്ച് സവാള ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. സവാള അങ്ങനെ കനല്ലാതെ അരിഞ്ഞെടുത്താൽ സുഖമാണ്, എളുപ്പത്തിൽ മുരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ അത് മുരിഞ്ഞ് കിട്ടാൻ നല്ല ഗതികേടാണ്. അതേപോലെ ഇങ്ങനെ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകുന്നുള്ള പേടിയില്ലേ, ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ചുരുക്കുള്ള കളറായിട്ട് കിട്ടും. ഈ സവാള മുരിഞ്ഞ് എന്താ പറയുക, കറുത്ത കളറൊന്നും ആവാതെ ഒരു ഭംഗിയുള്ള കളർ ഉണ്ടാവുമല്ലോ സവാള പൊരിച്ച് കോരുമ്പം, അങ്ങനത്തെ കളറായിട്ട് കിട്ടും കേട്ടോ. ഞാൻ അപ്പം പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ അതങ്ങനെ കളറൊന്നും മാറാതെ തന്നെ കോരി മാറ്റിയിട്ടുണ്ട്. അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് അതും കോരി മാറ്റി വെച്ചിട്ടോ. പിന്നെ ആ ഒരു നെയ്യും സൺഫ്ലവർ ഓയിലും ഉണ്ടല്ലോ, അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചട്ടിനെ വീണ്ടും ഞാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു, നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ചട്ടി നല്ലോണം ചൂടായതാണ്. അപ്പം ആ എണ്ണയും കൂടി ചൂടാക്കിയിട്ട് അതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ എൻ്റെ ചിഞ്ചുമോളുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ കിച്ചണിൽ. അപ്പം പാത്രങ്ങൾ ഞാൻ അങ്ങനെ നിരത്തുന്നുണ്ട്, ഓളങ്ങനെ കഴുകി വെക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഓൾ നോക്കിക്കോളും. അപ്പോൾ ഇതൊക്കെ അങ്ങനെ റെഡിയായി വരുമ്പോഴത്തേന് ഓരോ ട്രിപ്പ് അങ്ങനെ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ നമ്മളെ കയ്യിൽ വലിയ ഉരുളിയൊന്നുമില്ല കേട്ടോ, നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ തന്നെയാണ്. അപ്പം കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളെ അരിയൊക്കെ കഴുകി, അരി ചിഞ്ചുമോൾ കഴുകി തന്നിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളെ മസാലയൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ, അതിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഉപ്പും മുളകും പുളിയും ഒക്കെ പാകമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. 1 സ്പൂൺ പഞ്ചസാര ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ അതും ചേർത്ത് കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മളെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ധൈര്യമായിട്ട് അരി ഇട്ട് കൊടുക്കാം. മസാല റെഡിയാക്കിയിട്ട് വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അരി വേവും ചെയ്യും. മസാല ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചോറ് കൊളാവും. അപ്പോൾ കൊളാവാൻ പാടില്ലല്ലോ, നമുക്ക് നല്ല രീതിയിൽ കിട്ടല്ലേ വേണ്ടത്. അപ്പോൾ എന്തായാലും
മസാല സെറ്റാക്കി. പിന്നെ ഞാൻ ഇതാ നമ്മളെ ചെമ്പ് നോക്കിയപ്പം വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയും കഴുകി വെച്ചിക്കണമല്ലോ. അപ്പോൾ അരി ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 തിള തിളക്കുമ്പോൾ തന്നെ അരി വെന്ത് കിട്ടും. അപ്പോൾ ഇനി അരി വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വെള്ളത്തേക്ക് ഒരു 1.5 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടില്ലേ, അപ്പോൾ അതൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് വെച്ചിക്കാട്ടോ. ഈ ഒരു ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ടേ നല്ല കനമുള്ള ചട്ടിയാണ്. അപ്പം കുറേശ്ശെ തീയും മതി. അപ്പോൾ അത് കോരാനായിട്ടില്ല കേട്ടോ. പിന്നെ ആ ഒരു സമയമായപ്പോഴത്തേന് നമ്മളെ ചോറും വെന്തിട്ടുണ്ടേനും. ചോറിന് അരി ഇട്ട് കൊടുത്ത് പോകുന്ന അപ്പം തന്നെ വെന്തെന്ന് വിചാരിക്കണ്ട, ഒരു കുറച്ച് സമയം അയക്കണം കേട്ടോ. തോനെയൊന്നും ആയിട്ടില്ല, ഒരു 2-3 തിള തിളച്ചപ്പോൾ തന്നെ റൈസ് വെന്തിട്ടുണ്ടേനും. അങ്ങനെ ദാ മക്കളും ഞാനും ഒക്കെ പാടെ കൂടിയിട്ട് ചോറൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ചെഞ്ചുമോൾ ഊറ്റി ഇങ്ങനെ ഓട്ടപാത്രത്തിൽ ഇട്ടിരുന്നുണ്ട്. അപ്പോൾ ഞാനത് വേഗം നമ്മളെ ചെമ്പുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാനിതിൻ്റെ മേലൊരു വാഴൻ്റെ ഇലയൊക്കെ വെച്ചിന് കേട്ടോ. ഇപ്പോൾ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കലില്ല, കാരണം ഇങ്ങനെയാണ് ടേസ്റ്റ് കൂടുതൽ. ആ ബീഫിൻ്റെ മേലേക്ക് ചോറ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളെ ബിരിയാണി സെറ്റായിട്ട് കിട്ടുക. ആ ഒരു ബീഫിൻ്റെയൊക്കെ എല്ലാ ഫ്ലേവറും, മസാലേൻ്റെ എല്ലാ ഫ്ലേവറും ആ റൈസൊക്കെ അങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിക്കാരം, നല്ലോണം ദമ്മൊക്കെ കയറുമ്പോൾ. അപ്പോൾ അവിടെ ഒരു ഇല വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ച് മാറ്റിയ RKGൻ്റെ നെയ്യും സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തു. അതിക്ക് കുറച്ച് ബിരിയാണി മസാല നമ്മൾ വീട്ടിലുണ്ടാക്കണ ബിരിയാണി മസാല ഉണ്ടായിന്, അത് കുറച്ച് മിക്സ് ചെയ്തിന്, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഊറ്റിയിടുമ്പം ഇതാണ് എളുപ്പം ഊറ്റിയിടണം, അല്ലെങ്കിൽ അതിലിങ്ങനെ കടന്ന് വെള്ളം കുടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം റൈസ് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇതേപോലെ കറക്റ്റ് ഇതിൽ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റണ ബിരിയാണിക്കാട്ടോ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. പിന്നെ അതേപോലെ അതിൻ്റെ മേലക്കും RKGൻ്റെ നെയ്യൊക്കെ ഇട്ട് കൊടുത്തു, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തതൊക്കെ ചേർത്ത് കൊടുത്തു, ബിരിയാണി മസാലയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ വേഗം അതിൻ്റെ മേലെ കൂടെ കുറച്ച് മൈദപ്പശ ഉണ്ടാക്കി വെച്ചിനിയും അത് അതിൻ്റെ വക്കത്ത് കൂടെ അങ്ങനെ ആക്കി കൊടുത്തിട്ട് ചെമ്പൺ അടച്ച് വെച്ചു. ഇനി ഇതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പത്തേക്ക് വെക്കാനൊക്കെയാണ് കെത്തിയത്. അപ്പോൾ എന്തായാലും മക്കളും കൂടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടി പിടിച്ച് അടുപ്പത്ത് വെച്ചു. ഇനി ഇതാ അടുപ്പിൽ നല്ല കനലുണ്ട് കേട്ടോ. ഈ ഒരു കനലുമ്മ കിടന്നിട്ട് വേണം നമ്മൾ ബിരിയാണിക്ക് ദമ്മ് കയറാൻ. ഇനി ഞാൻ തീയൊന്നും കത്തിച്ചു കൊടുക്കണില്ല. ഒരു 10-15 മിനിറ്റ് ആ കനലുമ്മൽ അവിടെ കിടക്കട്ടെ. എന്നിട്ട് പിന്നെ തീയൊന്ന് കനലൊന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കട്ടോ. അങ്ങനെ അതവിടെ അടുപ്പത്താക്കി ദമ്മിലാക്കിയിട്ടുണ്ട്. പിന്നെ വന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കോരി മാറ്റി പിന്നെ വീണ്ടും അതിക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഒന്ന് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും നല്ല കനലാണ് കേട്ടോ. അപ്പം കൂടുതൽ കനൽ കുറേ സമയം ഇങ്ങനെ ഈ കനലിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അടിയത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് പിന്നെ കരിയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ മേലെ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ മേലെ ആവി കയറിയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഒരു ഇഷ്ടിക വെച്ചാണ്ട് കനം വെച്ചു. പിന്നെ ഒരു തീയിൻ്റെ കനലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തു. ഇപ്പോൾ കണ്ടോ നല്ല പെരും മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. എന്തായാലും നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മിലായിട്ടാണ് മഴ പെയ്തത്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെന്താ, പിന്നെ അതിലേക്കുള്ള സാലഡൊക്കെ ഉണ്ടാക്കി, തൈരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നാരങ്ങ അച്ചാറും ഒരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ മധുരമുള്ള അച്ചാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പപ്പായ അച്ചാറാണ്, നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ. ചിലർക്ക് ബിരിയാണിക്ക് മധുരമുള്ള അച്ചാർ ഇഷ്ടമാവും, ചിലർക്ക് പുളിയുള്ള അച്ചാറേക്കാരം ഇഷ്ടം, എരിവും പുളിയൊക്കെ ഉള്ള. അപ്പം 2 കൊടുത്തിട്ടുണ്ട് ഞാൻ കുറേശ്ശെ. പിന്നെ തൈരും അതേപോലെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടേനും. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തതായാൽ മതി കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട് ഫ്രൈ ചെയ്യാൻ. അത് ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് റെഡിയാക്കിയിട്ട് വേണം ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാനും. നമുക്ക് പിന്നെ കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ചിക്കനും ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ 2.5 കിലോ എടുത്തിട്ടുണ്ട്. ഇനി 2 കിലോനാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എടുക്കുമ്പം അളവ് കൂട്ടി എടുക്കും കേട്ടോ. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം 12:15-12:20 ആയപ്പോഴത്തേനൊക്കെ ആയിട്ടുണ്ട്. ഇനി അങ്ങനെ ഞാൻ ഒക്കെ ഇതാ മേലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് മേലേക്ക് കൊണ്ടുവരാനാണ് വലിയ ഗതികേട്. അപ്പോൾ എന്തായാലും നമ്മളെ ഫുഡൊക്കെ കൊണ്ടുപോകണം. കാക്ക വന്നിട്ടുണ്ട്. കാക്ക വന്ന് ഫുഡൊക്കെ കൊണ്ടുപോയി. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് നെയ്ച്ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിന് കേട്ടോ, കുക്കറിൽ വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അതിനിപ്പോൾ പായസം വയ്ക്കണോ ഇല്ലെന്ന് എന്താ അറിയില്ല. സാധാ നമ്മളെ റേഷൻ കടയിലത്തെ പച്ചരിയില്ലേ, അത് വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. അപ്പോൾ കുക്കറൊക്കെ ഒരു വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിനും. പിന്നെ അതിൻ്റെ പ്രഷർ കളയാനൊക്കെ മറന്നുപോയി കേട്ടോ. പിന്നെ ഫുഡൊക്കെ കൊണ്ടുപോയതിന് ശേഷമാണ് ആ ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ പ്രഷറൊക്കെ കളഞ്ഞ് തുറന്നു നോക്കിയപ്പോഴത്തേന് ചോറ് കുറച്ച് വേവേറിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് വേറൊരു പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തു. കുക്കറിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിലേറെ വേവേറും.
പിന്നെ വേഗം കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടേന്. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ ഇതൊന്നും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്കുള്ള ഫുഡും ആയിപ്പം. പിന്നെ അമ്മ അവിടെ വീട്ടിലില്ല, അപ്പം ഉപ്പാക്ക് കുറച്ച് ചോറും ചിക്കൻ കറിയൊക്കെ കുട്ടികളുടെ അടുത്ത് കൊടുത്തയച്ചു. പിന്നെ കുട്ടികൾക്കും തന്നെ ചോറൊക്കെ പിന്നെ വിളമ്പി കൊടുത്തു. പിന്നെ എനിക്ക് ഓഫീസിലത്തെ വർക്ക് കുറേ ചെയ്യാണ്ട്. പിന്നെ നമുക്ക് ബില്ല് ക്ലോസിങ് ആയതുകൊണ്ട് ഇപ്പോൾ ഓണമല്ലേ, ഓണാകുമ്പോഴത്തേന് നമ്മൾ HSOമാർക്കുള്ള സാലറി ഒക്കെ കൊടുക്കണം. അതേപോലെ ബില്ലൊക്കെ ക്ലോസ് ചെയ്ത് ഓഫീസിൽ പൈസ അടക്കണം. അങ്ങനെയുള്ള പണികളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് റെഡിയാക്കിയിട്ട് വേണം അതിനിരിക്കാൻ. ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ ബില്ല് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ HMS ആയിട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിങ്ങനെ ബില്ല് പറഞ്ഞു കൊടുക്കലാണ് കേട്ടോ ഒരു വിളിക്കുമ്പോൾ. അപ്പോൾ ഞാൻ വേഗം കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും നല്ല വിശപ്പുണ്ട്, ഞാനും കുറച്ച് ചോറൊക്കെ വിളമ്പി കഴിച്ചു. പിന്നെ ഞാൻ ബില്ല് ക്ലോസിങ്ങിന് ഇരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വർക്ക് വേറെ ഉണ്ടെങ്കിലും കാറ്ററിങ് കിട്ടിയാൽ ഞാനത് ഒഴിവാക്കലില്ല കേട്ടോ. കഴിയണതാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോവാതെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേഗം നമ്മക്കിട്ട് പിന്നെ അതിനിരിക്കും. പിന്നെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ചെയ്യേണ്ട വർക്കാകുമ്പോൾ അവിടെ പോയിട്ട് ചെയ്യണ്ടേ, അപ്പോൾ നടക്കൂല. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ കിട്ടുന്ന കാറ്ററിംഗ് വർക്ക് ഒഴിവാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.